ജനവാസ മേഖലയിൽ ടാർ മിക്സിംഗ് കമ്പനി സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം. ഊന്നുകൽ വെള്ളാമക്കുത്ത് തോടിനു സമീപം ടാർ മിക്സിംഗ് കമ്പനി സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് കവളങ്ങാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ഊന്നുകൽ വെള്ളാമക്കുത്ത് തോടിനു സമീപം 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ടാർ മിക്സിംഗ് യൂണിറ്റിനുള്ള ജോലികൾ നടന്നു വരുന്നത്. ഇതിനായി 5 ഏക്കറോളം സ്ഥലത്ത് പാറ ഖനനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. അന്തരീക്ഷത്തിൽ മാരക വിഷാംശമുള്ള പുക വമിക്കാൻ ഇടയാക്കുന്നതും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കാൻ കാരണമാകുന്നതുമായ ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകരുതെന്നാവശ്യപ്പെട്ടാണ് ഊന്നുകൽ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കവളങ്ങാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് 100 കണക്കിന് പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനവും കൈമാറി. പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസി മാത്യു ഉദ്ഘാടനം ചെയ്തു. ജനസാന്ദ്രത കൂടിയ വെള്ളാമക്കുത്ത് പ്രദേശത്ത് അന്തരീക്ഷം മലിനമാക്കുകയും മറ്റു ജനങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ പറ്റുകയും ചെയ്യുന്ന ഈ പ്ലാന്റ് യാതൊരു കാരണവശാലും പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും ഞാൻ ഉൾപ്പെടുന്ന വാർഡ് ആകിയാൽ എൻ്റെ പഞ്ചായത്തിലെ മറ്റ് അംഗങ്ങൾ എന്ന നിലയിലും ഇതിന് യാതൊരു അനുമതി നൽകുവാൻ സമ്മതിക്കുകയില്ല. പഞ്ചായത്ത് ഇതിന് അനുകൂലിക്കുകയില്ല. ജനകീയ സമരസമിതി കൺവീനർ ബേബി കണിയാംപാല ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് AR പൗലോസ്, ജനതാദൾ LJD നിയോജക മണ്ഡലം പ്രസിഡന്റ് മനോജ് ഗോപി, BJP നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ, CPM മുൻ ലോക്കൽ സെക്രട്ടറി CK മുരളി, ജെറാൾഡ് TJ, ജോഷി ജോസഫ്, ലിറ്റിൽ ഫ്ലവർ സ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ ജോസഫ് ജോൺ, ഷെറി ഒറ്റക്കുടശ്ശേരിൽ തുടങ്ങിയവർ സംസാരിച്ചു. കവളങ്ങാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് നാട്ടുകാരാണ് പങ്കെടുത്തത്.